മൽച്ചന്തേരി ഫാബ്രിക്കിലുള്ള ഒരു പാറ്റേണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫങ്ഷൻ വെയർ സെറ്റാണ്. ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡി ആയിട്ട് പോകുന്ന ഫാബ്രിക്കുമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് ഭയങ്കര ചൂടൊന്നും എടുക്കില്ല. സമ്മർ കളക്ഷൻ ആയിട്ടും യൂസ് ചെയ്യും, അതുപോലെ ഫങ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യും. ഈ ഒരു ഡിസൈൻ നമ്മൾ ഫങ്ഷൻ വെയർ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടല്ലേ. അതായത് ഈ സ്പെഷ്യലായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ദാമൻ കുറച്ച് തിക്ക് എംബ്രോയിഡറി ആണ്, സെറി വർക്ക് ആണ് കൊടുത്തേക്കുക. സെറി എന്ന് പറഞ്ഞാലും കുറച്ച് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കുക. പിന്നെ ഈ ഒരു വർക്കാണ് ഓൾ ഓവർ ടോപ്പിൽ ഇതുണ്ടോ സ്പ്രെഡ് ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ഓൺ ഡിസൈൻ ആണ്. 2.6 ടോപ്പ് ലെങ്ത് വരുന്നുണ്ട്. ദുപ്പട്ട 2.4 ആണ്. ദുപ്പട്ടയിൽ വരുമ്പം സെയിം മൽച്ചന്തേരി ഫാബ്രിക് തന്നെ. ഈ ഒരു ഫാബ്രിക് ലൈറ്റ് വെയിറ്റ് ആണ്. ഇങ്ങനെ മറ്റു ഫാബ്രിക് ഇപ്പം റോമൻ സിൽക്കിലൊക്കെ വരുമ്പം കുറച്ചും കൂടെ കട്ടിയുണ്ട് ആ ഫാബ്രിക്കിന്. അപ്പം നമുക്ക് ദുപ്പട്ട ചൂടെ കട്ടിയുള്ള പോലെ ഫീൽ ചെയ്യും. ഇത് അങ്ങനെയല്ല, നമ്മൾ സെയിം ഫാബ്രിക് തന്നെയാണ് ഇതിൽ ടോപ്പിലും ദുപ്പട്ടിലും യൂസ് ചെയ്യുക. എന്നാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കും. ഇങ്ങനെ 2 ലെയേഴ്സ് ആയിട്ടാണ് ഇതിൻ്റെ സ്കാലപ്പ് പോയേക്കുക. പിന്നെ ആ ഒരു സെയിം വർക്ക് ദുപ്പട്ടിലും സ്പ്രെഡ് ചെയ്ത് വരുന്നു. ആൻഡ് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിതിനകത്ത് ബോട്ടം ആൻഡ് ലൈനിങ് രണ്ടും കൊടുത്തിട്ടുണ്ട്. 4 മീറ്റർ ആണ്. ഇതാണ് അടുത്ത കളർ ഷെയ്ഡ്, ഒരു ഡാർക്ക് റസ്റ്റ് റെഡ്, അതായത് റസ്റ്റ് ഓറഞ്ച് അല്ല, കുറച്ചുകൂടെ ഒരു റസ്റ്റിനകത്തൊരു റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു വന്നിരിക്കുന്നത്. ഡയമണ്ട് ബോർഡർ, പിന്നെ ഇതുപോലെ സ്പ്രെഡ് ചെയ്താണ് വരുന്നത്. നല്ല വിഡ്ത്തും നല്ല ലെങ്ത് ഉണ്ട്. ലെങ്ത് 2.6 ആണ് വരുന്നത്. ഇങ്ങനത്തെ, അതായത് നമ്മൾ നെക്ക് പാറ്റേൺ കൊടുക്കാത്തത് ഇത് ഇങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിലും ഇഷ്ടമുള്ള പോലെ ഷോർട്ട് നെക്ക് ഓർ നല്ല വൈഡ് നെക്ക് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഫുൾ ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് എംബ്രോയിഡറി വരിക. ദുപ്പട്ട സെയിം ഫാബ്രിക് സെയിം കളർ, അതിലും ഫുൾ വർക്ക് 2 ലെയേഴ്സ് ആയിട്ട് ഒരു അൺഈവൻ അല്ല കേട്ടോ, കുറച്ചുകൂടി ഈവൻ പാറ്റേൺ തന്നെയാണ് ആ സ്കാലപ്പ് പോയിരിക്കുന്നത്. നോർമൽ സ്കാലപ്പ് അല്ല, കുറച്ച് അത് ആർക്ക് ഡിസൈൻ അല്ല, കുറച്ചുകൂടെ ബ്രോഡായിട്ടുള്ള സ്കാലപ്പാണ് 2 ലെയേഴ്സ് ആയിട്ട് പോയിരിക്കുന്നത്. ഇതാണ് ലുക്ക്. നമ്മുടെ ഓൺ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ തവണയും ഇങ്ങനത്തെ മൽച്ചന്തേരി അല്ലെങ്കിൽ ഏത് ഫാബ്രിക് ആണെങ്കിലും പിന്നീട് വീണ്ടും അതേ ഫാബ്രിക് ചെയ്യുമ്പോൾ അറിയാം ഏറ്റവും കൂടുതലും കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കളേഴ്സ് അതാണ്. അപ്പം അങ്ങനെയുള്ള കളേഴ്സിലായിരിക്കും പിന്നീടുള്ള വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും നമ്മൾ കൊണ്ടുവരും. അപ്പം അതുപോലെയാണ് ഈ കളേഴ്സ് എല്ലാം. വളരെ സെലക്റ്റീവായിട്ട് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിൽ കൊണ്ടുവന്നേക്കുക. ഹെവി സാൻഡൂൺ ഫാബ്രിക്കിൽ ബോട്ടം ആൻഡ് ഇന്നർ ഓഫ് വൈറ്റ് കളറാണ്. ഇത് നമുക്ക് എപ്പോഴും വേണ്ടതാണ്. ഇനിയിപ്പം ക്രിസ്ത്യൻസിനെ നോക്കുമ്പോൾ നമുക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ട ഒരു കളർ ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കളറും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഓർ ഈവൻ ഒരു വിഷുവിനൊക്കെ ആണെങ്കിലും വൈറ്റ് വിത്ത് ഗോൾഡൻ സെറിയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ലുക്ക് ഇതുപോലെ നല്ല ലെങ്തും വിത്തുണ്ട് വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. ഇതാണ് ലാസ്റ്റ് കളർ. ഉണ്ടല്ലോ, എല്ലാം നല്ല ലൈറ്റ്, ഭയങ്കര ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു കളേഴ്സും ഇല്ല. എല്ലാവർക്കും ചേരുന്ന, ഇപ്പം ഭയങ്കര ഒരു ഡാർക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു കളറൊക്കെ ഇട്ട് കഴിയുമ്പം കുറച്ചുകൂടെ അവരുടെ മുഖത്ത് അല്ലെങ്കിൽ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു തെളിച്ചം തോന്നും. അങ്ങനത്തെ ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് എല്ലാം തന്നെ. ഇത്രയും കളേഴ്സ് 1295 ആണ് ഈ ബ്യൂട്ടിഫുൾ ഡിസൈൻ വിത്ത് ബോട്ടം ആൻഡ് ഇന്നറോട് കൂടിയുള്ള പ്രൈസ് വന്നിരിക്കുന്നത്. താങ്ക് യു.